പ്രാവിൻ കൂട്ടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇമാതിരി ഒരു പാലം മുഴുവൻ പ്രാക്കളെ കൊണ്ട് നിറയുക, അതും അവർ ദിവസവും ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കാനായിട്ട് ഇവിടെ പ്രത്യേക കച്ചവടക്കാരും. കാണേണ്ട ഒരു കാഴ്ചയാണ്, ഞാൻ കാണിച്ചു തരാം. ഹൈദരാബാദ് നമ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജാമ്യ നിജാമിയയിലേക്കുള്ള റൂട്ടിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. അത് ഞാനിത് നെവർ മൈൻഡ് ആക്കി കാണുന്നത്. അതുപോലെ കാക്കകളുടെ കൂട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എടുത്തെത്തുമ്പോഴാണ് ഇത്രയും ഒരു പാലം മുഴുവൻ പ്രാക്കൾ കൊണ്ട് നിറയുന്നൊരു കാഴ്ച. പിന്നൊന്നും നോക്കിയില്ല, നേരെ റോഡ് ക്രോസ് ചെയ്തു പ്രാക്കളടുത്തേക്ക്. പുരാന പുൾ സിറ്റി കോളേജ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. പുരാന പുൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഓൾഡ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നു. എന്നിട്ട് അവിടെ ഒരു വണ്ടി സൈഡാക്കുന്നു. എന്നിട്ട് അവിടെ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അരി വാങ്ങാം. അരി, അതേപോലെ പ്രാക്കൾ തിന്നുന്ന എന്തൊക്കെയോ സംഗതികൾ അവരുടെ കയ്യിലുണ്ട്. ചിലരൊക്കെ വലിയ കീസിലൊക്കെ ഒന്നായിട്ട് അരി കൊണ്ടുവരും. എന്നിട്ട് അതൊക്കെ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടാണ് അവർ പൂവട്ട. പക്ഷെ അപ്പോഴൊക്കെ എനിക്കുള്ളൊരു സംശയം, എന്നാലും ഇപ്പോൾ ഇത്രയും പ്രാക്കൾ എങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടി. അപ്പം ഞാൻ അവിടെ നേരെ കണ്ട കടക്കാരോട് തന്നെ ചോദിച്ചു നോക്കിയിട്ടാ. നമ്മളൊരു അത്ഭുതത്തോടെ ചോദിച്ചാണ്, ഞങ്ങൾക്ക് വലിയ പിടിച്ചിട്ടില്ല. ഫുഡ് ഇപ്പോൾ എവിടെ കിട്ടുകയാണെങ്കിൽ ആൾക്കാർ വരില്ലേ, എത്തുന്നൂലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഏതായാലും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പ്രാക്കൾ ഇത് നിലനിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു കാഴ്ചയായി. യൂസുഫൈനി ദർഗയിൽ നിന്ന് അവിടെ ഒന്നിങ്ങനെ സിയാർത്തൊക്കെ ചെയ്തിട്ട് 3 കിലോമീറ്റർ ഉണ്ട് ജാമ്യ നിസാമിക്ക്. നിസാമിയെ കാണുന്ന ആഗ്രഹം ഉണ്ടായില്ല. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു വഴിയിൽ കണ്ടൊരു കാഴ്ച. മാഷാ അല്ലാഹ്.